തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് കൃത്രിമ നെയ്യ് എന്ന റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ പരാമർശം. കഴിഞ്ഞ 5 വർഷം ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് കൃത്രിമ നെയ്യെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കേസിൽ ഡൽഹി ആസ്ഥാനമായ രാസവസ്തു വ്യാപാരി അജയ് കുമാർ സുഗന്ധ അറസ്റ്റിലായിരുന്നു. ഏകദേശം 250 കോടി രൂപയുടെ അഴിമതി നടന്നു. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കൊടിയ അഴിമതി നടന്നത്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എങ്ങനെയാണ് ഈ കൊടിയ അഴിമതിയുടെ ചുരുളഴിയുന്നത്? ഒപ്പം വിശദാംശങ്ങളും. 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ഏതാണ്ട് 68 ലക്ഷം കിലോ നെയ്യാണ് വിതരണം ചെയ്തത്. ഈ നെയ്യിൽ വ്യാപകമായി രാസവസ്തുക്കൾ അടക്കം കടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൃത്രിമ നെയ്യായിരുന്നു കഴിഞ്ഞ 5 വർഷം ലഡു ഉണ്ടാക്കാൻ തിരുപ്പതിയിൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭോലെ ബാബ ഓർഗാനിക് ഡയറി എന്ന സ്ഥാപനത്തിന്റെ ഉടമയെ അജയ് കുമാർ സുഗന്ധ എന്ന ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2022 തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും ഇത് കണ്ടെത്തിയിരുന്നു. ഇത് കൂടാതെയാണ് പുറമെ ലാബിലും മറ്റും നടത്തിയ പരിശോധനയിൽ വ്യാപകമായി പാമോയിൽ, അതേപോലെ തന്നെ അസറ്റിക് ആസിഡ് അടങ്ങിയ രാസവസ്തുക്കൾ എന്നിവ കലർത്തി കൃത്രിമ നെയ്യ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏകദേശം 250 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയത്. ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഇത്തരമൊരു നീക്കം നടന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.